ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 150 ക്വസ്റ്റ്യൻസ് ആണ്. പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ ഒരു ഭാഗമാണിത്. റൈറ്റ് ഈച്ച് ഓഫ് ദ റിലേഷൻസ് ബിലോ ഇൻ ഓൾജിബ്ര ആൻഡ് സി ഇറ്റ് ഗീവ്സ് എ പോളിനോമിയൽ. അപ്പം നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോളിനോമിയൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ഗിവ് എ റീസൺ ഫോർ യുവർ നമ്മൾ അതിനെ നോക്കിയിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് പോളിനോമിയൽ ആണോ അല്ലയോ, നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരമുള്ള ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പോളിനോമിയൽ ആണോ അല്ലയോ. ഓക്കെ, ദർ ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ 1 meter വൈഡ് പാത്ത് ഗോസ് അറൗണ്ട് എ സ്ക്വയർ ഗ്രൗണ്ട്. The relation between the length of a side of the ground and the area of the path. Okay, here this is a square shape of ground and the 1 meter distance path. Okay, here there is a square and another square also here with path. Okay, first length of our square ground. This is a square and this is a path. എല്ലാ സൈഡിലും എന്തുണ്ട്, പാത്ത് ഉണ്ടാവും. സ്ക്വയർ അതിൻ്റെ സ്ക്വയറിന് ചുറ്റും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും പാത്ത് വരുന്നുണ്ട്. സോ പാത്ത് ഇൻക്ലൂഡഡ് സൈഡ് ഹിയർ. ടോട്ടൽ ലെങ്ത് ഈസ്, വി ടേക്ക് ഹിയർ x meter, then this length is x plus 2 because here all length is 1 meter and this length also 1 meter, this width also 1 meter and this width also 1 meter, then two sides extended by 1 meter. These two sides, this is our first square ground and here extended by 1 meter and this side also extended by 1 meter. So our large square length is x plus 2. അതായത് നമുക്കിത് എക്സ് ആയിട്ട് എടുത്താൽ ഇവിടെ നമ്മൾ 1 meter എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങേ സൈഡിൽ 1 meter എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ side of a square ground including the path x plus 2. Area equal to side into side. Okay, this is the side of the ground including the path. Side into side means x plus 2 into x plus 2. We multiple x into x square, x into 2 2x, x into 2 2x, 2 2s are 4. or നമുക്ക് എന്ത് ചെയ്യാം, x plus 2 whole square എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. Here x square 2x 4x plus 4. Okay, this is the area including path and area ground alone. Area with ground alone, അതായത് നമ്മുടെ ആദ്യത്തേത് മാത്രമാണെങ്കിൽ സൈഡ് x ആണെങ്കിൽ സൈഡ് x, then area side into side x into x equal to x square. Area of path, area of path means we subtracted large square area minus small square area. ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഈ വിഡ്ത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, therefore area of path equal to area including path subtracted by area ground alone. Area of ground alone, then subtracted that time. Here x square, this x square got cancelled, then 4x plus 4. Our area of path equal to 4x plus 4. That means this is a polynomial with the first degree. x മാത്രമുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4x plus 2 2x plus 3 ഇങ്ങനത്തെ ഒക്കെ വരുന്നതൊക്കെ പോളിനോമിയലാണ്. ഹിയർ ഇസ് റീസൺ എക്സ്പോണൻ്റ് ഓഫ് x ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ്പോണൻ്റ് ഇവിടെ ഇല്ല, 4x plus 4 മാത്രമാണ്. എക്സ്പോണൻ്റ് is 1. Therefore this is a polynomial. Second question. A liquid contains 7 liters of water and 8 liters of acid. More acid is added to it. The relation between the amount of acid added, the change in the percentage of acid in the liquid. അത് നമുക്കവിടെ ഒരു ലിക്വിഡ് ഉണ്ട്, അതിൽ water in the original mixture 7 liter and acid is 8 liter. Okay, therefore total is 7 plus 8 equal to 15 liter. Here percentage of acid, എന്തുകൊണ്ടാണ് percentage of acid മാത്രം percentage of water കാണാത്തത്? നമ്മളോട് പെർസെൻറ്റേജ് ഓഫ് ആസിഡിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 15ൽ 8 ആണ്, ടോട്ടൽ 15 ആണ്. 15 ലിറ്ററിൽ 8 ലിറ്റർ എന്താണ്, ആസിഡാണ്. സോ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8/15 ഇൻറ്റു 100 ആണ്. അതായത് നമുക്ക് ഏതിൻ്റെ ആണോ പെർസെൻറ്റേജ് കാണേണ്ടത് അത് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെയൊക്കെ, നിങ്ങളുടെ ടോട്ടൽ മാർക്ക്, നിങ്ങൾക്ക് ഗ്രേഡൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് കാണാൻ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എങ്ങനെ കാണണം, ടോട്ടൽ മാർക്ക് ആദ്യം കണ്ടുപിടിക്കുക. അതായത് ഒരു സബ്ജക്റ്റ് ഇപ്പോൾ 20ൽ മാർക്കാണെങ്കിൽ
നിങ്ങൾക്കിപ്പോൾ ഒരു 9 സബ്ജക്റ്റ് 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 10 × 20 200 വരും. അപ്പോൾ 200 താഴെ ഉണ്ടാവും ഡിനോമിനേറ്ററിൽ. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മുകളിലും ഉണ്ടാവും. ഇൻറ്റു 100 ചെയ്താൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഹിയർ മോർ ആസിഡ് ആഡഡ് ദെൻ വോളിയം ഓഫ് ആസിഡ്. നമുക്ക് എത്രയാണ് അതിൽ ആഡ് ചെയ്തതെന്ന് പറയുന്നില്ല. ആദ്യം ഫസ്റ്റ് 8 ലിറ്റർ ഉണ്ടായിരുന്നു, ദെൻ ആഡഡ് മോർ ആസിഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടില്ല. സോ വി ടേക്ക് ദാറ്റ് മെഷർമെൻറ്റ് ഈസ് എക്സ്. Therefore, total acid is equal to 8 plus x. 8 plus x liter. We don't know what's the measurement is more acid. So, here total volume of acid equal to 8 plus x. Then volume of total. നമ്മുടെ വോളിയം കൂടും. അതായത് നമ്മളിപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിന് കണക്കായിട്ടുള്ള പാലെടുത്തു. നമുക്ക് കുറച്ചും കൂടെ പാല് നമ്മൾ അധികം ഒഴിക്കുന്നതിന് നമ്മുടെ ചായ എന്താകും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ചായ കൂടി നമുക്ക് എന്താകും, ഇപ്പോൾ നമ്മളൊരു ഒരു ഗ്ലാസ്സിൽ നമ്മൾ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും നമുക്ക് എന്ത് കിട്ടും, ചായ കൂടുതലായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ ആസിഡും ഉണ്ടായിരുന്നു വാട്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ മിക്സ്ഡ് വന്നത് 15 ലിറ്റർ ആയിരുന്നു. പിന്നെ മോർ ആസിഡ് ആഡഡ്, ദാറ്റ് ടൈം ആസിഡ് ഈസ് ഇൻക്രീസ് ബൈ 8 plus x. അപ്പോൾ നമ്മുടെ വോളിയം ഓഫ് ടോട്ടൽ മിക്സ്ചറും കൂടെ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഇൻക്രീസ്ഡ് 15 plus x. ദെൻ പെർസെൻറ്റേജ് ഓഫ് ആസിഡ്, നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ആസിഡ് മാത്രമേ കാണൂ. അപ്പോൾ ടോട്ടൽ ആസിഡ് ബൈ ടോട്ടൽ മിക്സ്ചർ ഇൻറ്റു 100. 8 plus x by 15 plus x into 100. This is not a polynomial. Why it is not a polynomial? ഇത് polynomial അല്ല, ബിക്കോസ് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, താഴെയും എക്സ് വന്നിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, നമ്മുടെ എക്സ് ഉണ്ടാവാൻ പാടില്ല. ഹിയർ റീസൺ ഈസ് എക്സ് കംസ് ഇൻ ദ ഡിനോമിനേറ്റർ. എക്സ് എവിടെ വന്നിട്ടുണ്ട്, ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ട്. Okay, so this is not a polynomial. Next, our third question. Two poles of height 3 meter and 4 centimeter are erected upright on the ground. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 മീറ്ററും 4 മീറ്ററും ഉള്ള 2 പോൾസ്, അതായത് നമ്മുടെ തൂണെന്നൊക്കെ പറയും അല്ലേ, അതെന്ത് ചെയ്തിട്ടുണ്ട്, 2 ഭാഗത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്, 4 meter erected upright on the ground, 5 meter apart. 5 meter എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുതൽ, അത് 2 തൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 5 meter. എ റോപ്പ് ഈസ് ടു ബി സ്ട്രെച്ച്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് 1 പോൾ. അപ്പോൾ ഈ പോളിൻ്റെ അടുത്തുനിന്ന് ഇവിടെ കെട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് ഇവിടത്തേക്കും കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 2 പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഓരോന്നും എത്ര ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയില്ല. സോ ടേക്ക് 1 ഡിസ്റ്റൻസ് ഈസ് എക്സ്, ദെൻ അതർ ഡിസ്റ്റൻസ് ഈസ് 5 minus x, ബിക്കോസ് ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 5. ഇവിടുന്ന് മുതൽ ഇത്ര വരെ 5 എന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഡിസ്റ്റൻസ് ടേക്ക് എക്സ് ആൻഡ് ഹിയർ 5 minus x. ടോട്ടൽ എന്താണ്, 5 ആണല്ലോ. അപ്പോൾ ഇത് എക്സ് എടുത്ത് ഇതെന്തായിരിക്കും, 5 minus x ആയിരിക്കും. ഓർമ്മിച്ചാൽ മതി, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 5 minus 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും ഇവിടെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയില്ല എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എക്സും 5 minus x ഇടും. ഇനി കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. എന്തുകൊണ്ടാണ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയാം. അതിൻ്റെ ക്വസ്റ്റ്യനിൽ ബാക്കി ഭാഗം നോക്കാം. റോപ്പ് ഈസ് ടു ബി സ്ട്രെച്ച്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ പോൾ ടു സം പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് from there to be top of the other pole. The relation between the distance of the point on the ground from the foot of a pole and the total length of the rope. നമുക്ക് ഈ ഡിസ്റ്റൻസും ഇതിൻ്റെ ലെങ്ത്, അതായത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഇവിടുന്ന് ഇവിടെയും കെട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് ഇവിടെയും കെട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് കാണേണ്ടത് നമ്മുടെ റോപ്പിൻ്റെ. അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെയുള്ള ലെങ്ത്ത് നമുക്ക് എങ്ങനെ കിട്ടും, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിന് ഹൈപ്പർന്യൂസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ബി സി എന്ന് പറയുന്ന മെഷർമെൻറ്റ് കിട്ടും. നെക്സ്റ്റ് കൺസിഡർ സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ. വി ഫൈൻഡ് ഔട്ട് വാട്ട് ബി ഇ. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ബി ഇ എന്ന് പറയുന്ന ലെങ്ത്ത് കണ്ടാൽ മതി. എന്നിട്ട് ബി സിയും ബി ഇയും ആഡ് ചെയ്താൽ വി ഗോട്ട് ഇറ്റ് വാട്ട് ഇസ് ടോട്ടൽ ലെങ്ത് ഓഫ് അവർ റോപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണേണ്ടത് നമ്മുടെ ഈ ഡിസ്റ്റൻസും ഈ റോപ്പും തമ്മിലുള്ള റിലേഷനാണ്. Okay, here I take here x, this we know that this is 3 and here 5 minus x and here 4 meter. Then first consider right triangle ABC. BC square means hypotenuse square equal to base square plus altitude square, therefore 3 square plus x square. Here BE equal to 5 minus x whole square plus 4 square. ഈ 5 minus x whole square നമ്മുടെ ബ്രാക്കറ്റിൽ ഇടണം, കാരണം ഇതൊരു ടേം ആണ്. നമുക്ക് ബി സി കിട്ടിക്കഴിഞ്ഞു. ബി സി എങ്ങനെ കിട്ടും, നമുക്ക് ബി സി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ബി സി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ബി സി ഈക്വൽ ടു റൂട്ട്, കാരണം നമുക്ക് ബി സി പ്ലസ് ബി ഇ ആണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹിയർ ബി ഇ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
base square plus altitude square. 5 minus x whole square plus 4 square. Then BE equal to root 5 minus x whole square plus 16. Length of rope equal to BC plus BE, BC plus BE, BC plus BE. Length of rope we add BC equal to root 9 plus x square. 9 plus x square plus BE root 5 minus x whole square plus 16. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് റൂട്ട് വന്ന് therefore this is not polynomial. റീസൺ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഈസ് ടേക്കൺ ഇറ്റ്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോളിനോമിയൽ ആയിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. Next there is some questions. Write each of the operations below as an algebraic expressions. Find out which are polynomials and explain why. നമുക്ക് ഏതൊക്കെയാണ് പോളിനോമിയൽസ് എന്ന് കണ്ടുപിടിക്കണം, എന്തുകൊണ്ട് എന്ന് പറയണം. അപ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. അപ്പം നമ്മൾ നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/x ആണ്. അതിൻ്റെ സം, അതായത് ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സമ്മുമാണ് നമുക്ക് വേണ്ടുന്നത്. എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. അപ്പം നമ്പർ എക്സ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/x, സം ഈക്വൽ ടു എക്സ് പ്ലസ് 1/x. Then this is not a polynomial because reciprocal of x is taken here. X is in denominator place. Second question, sum of a number and its square root. Number x square root x. Sum equal to x plus root x. അതിൻ്റെ സം. നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ടിൻ്റെയും സം. x plus root x. Then root come. This is not a polynomial. This is not polynomial because square root of x is taken. Product of the sum and difference of a number and its square root. നമ്പർ എക്സ് സ്ക്വയർ റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്, അതായത് സമ്മും ഡിഫറൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സമ്മും ഡിഫറൻസ് എങ്ങനെയുള്ളതാണ്? നമ്പർ എക്സ് ആണ്, സ്ക്വയർ റൂട്ട് എക്സ് ആണ്, അതിൻ്റെ സം എക്സ് പ്ലസ് റൂട്ട് എക്സ്, എക്സ് മൈനസ് റൂട്ട് എക്സ്, അതിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് ഓഫ് ദ സമ്മ് ആൻഡ് ഡിഫറൻസ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? സമ്മും ഡിഫറൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിൻ്റെത്? നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. അതായത് ഒരു നമ്പറും അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെയും സമ്മും ഡിഫറൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്യോ എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്, ദെൻ മൾട്ടിപ്ലൈ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു എക്സ്, എക്സ് റൂട്ട് എക്സ്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എക്സ് ഇൻറ്റു എക്സ് ഫസ്റ്റ് ചെയ്തു, പിന്നെ റൂട്ട് എക്സ് ഇൻറ്റു എക്സ് ചെയ്തു, പിന്നെ നെക്സ്റ്റ് വരുന്ന സമയത്ത് എക്സ് ഇൻറ്റു അങ്ങേ സൈഡ് ചെയ്താൽ മതി. എക്സ് ഇൻറ്റു ഇതും ചെയ്യാം, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സും ചെയ്യാം. അപ്പോൾ നമ്മളത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എക്സ് ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റൂട്ട് എക്സ് ഇൻറ്റു ഇത് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഇൻറ്റു, അതായത് ഇത് ആദ്യത്തതും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടുന്ന് രണ്ടാമത്തതും ചെയ്യുക, ഇവിടുന്ന് രണ്ടാമത്തതും ചെയ്യാം. അപ്പോൾ എക്സും ഇത് രണ്ടും എന്താവും, ഒരേപോലെയുള്ളതാണ്, അതങ്ങ് കട്ടായി പോകും. ഇത് രണ്ടും അതായത് ഒരേപോലെയുള്ള പോസിറ്റീവും നെഗറ്റീവാണ്, സോ ക്യാൻസൽഡ്. എക്സ് സ്ക്വയർ, ഇവിടെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മീൻസ് എക്സ് ഇറ്റ് സെൽഫ്, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മീൻസ് എക്സ് ഇറ്റ് സെൽഫ്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു 3 ആണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക, എക്സ് മാത്രമാണ് വരിക. ദർഫോർ എക്സ് സ്ക്വയർ മൈനസ് എക്സ്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് എ പോളിനോമിയൽ. റീസൺ എക്സ്പോണന്റ് ഓഫ് എക്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ അതെന്താണ്, നാച്ചുറൽ നമ്പർ ആയിട്ട് തന്നെ വരുന്നതാണ്. ഫൈൻഡ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ബിലോ. ഇവിടെ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾ പോളിനോമിയൽസ് ഫോം ചെയ്യാൻ വേണ്ടത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് പി ഓഫ് 1 ഈക്വൽ ടു 1, പി ഓഫ് 2 ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി, അതിനകത്ത് തന്നിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് പി ഓഫ് 1 ഈക്വൽ ടു 1, പി ഓഫ് 2 ഈക്വൽ ടു 3. ദിസ് ഈസ് അവർ കണ്ടീഷൻ. വി നോ ദാറ്റ് ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളോട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നുള്ള പേര് കണ്ടാൽ ഉടനെ നമ്മൾ എന്ത് എഴുതണം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ജനറൽ ഫോമാറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഈ പി ഓഫ് 1 ഈക്വൽ ടു 1 നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് പി ഓഫ് 1 ഈക്വൽ ടു 1 ആണ്, നെക്സ്റ്റ് പി ഓഫ് 2 ഈക്വൽ ടു 3. ഫസ്റ്റ് വൺ പി ഓഫ് 1 ഈക്വൽ ടു 1, ദെൻ നമ്മൾ എന്ത് ചെയ്യുക,
പി ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിൻ്റെ സ്പേസിൽ എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ എ ഇൻറ്റു 1 എ എക്സ് പ്ലസ് ബി, എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു 1, എ പ്ലസ് ബി ഈക്വൽ ടു 1. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യുക. നെക്സ്റ്റ് കണ്ടീഷൻ പി ഓഫ് 2 ഈക്വൽ ടു 3. നെക്സ്റ്റ് പി ഓഫ് 2 ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം, അതിന് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എ എക്സ് പ്ലസ് ബി, എ ഇൻറ്റു 2 പ്ലസ് ബി ഈക്വൽ ടു 3. ഈക്വൽ ടു 3 ഉള്ളത് അതുപോലെ തന്നെ, പക്ഷേ എക്സിൻ്റെ സ്പേസിൽ എന്ത് ചെയ്യുക, 2 ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എ ഇൻറ്റു 2 പ്ലസ് ബി ഈക്വൽ ടു 3, 2a പ്ലസ് ബി ഈക്വൽ ടു 3. ദിസ് ഈസ് അവർ സെക്കൻഡ് വൺ. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബി ബി ഇവിടെ ഒരുപോലെ വന്നിട്ടുണ്ട്. സോ സബ്ട്രാക്ട് 2 മൈനസ് 1, 2 മൈനസ് 1, 2a പ്ലസ് ബി ഈക്വൽ ടു 3 മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു 1. ബി ബി ഗോട്ട് ക്യാൻസൽ. 2a മൈനസ് എ, 3 minus 1, 2. A equal to 2. This A equal to 2 substituted from 1. First equation is A plus B equal to 1. Then A equal to 2. നമുക്കറിയാം A plus B എന്ന് പറയുന്ന 1 ആണ്. അവിടെ A equal to 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Then B equal to A plus B equal to 1, A equal to 2, 2 plus B equal to 1, then B equal to 1 minus 2 equal to minus 1. അപ്പോൾ A എന്നുള്ളതിൻ്റെ വില നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്, B ഉള്ളത് -1 കിട്ടിയിട്ടുണ്ട്. വി നോ ദാറ്റ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ P of x equal to ax plus b, that's equal to A value is 2, 2x, B value -1, so 2x minus 1. This is our answer. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി. നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ് കാണേണ്ടത്. അവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് മാത്രമേ മാറ്റുള്ളൂ. പി ഓഫ് 1 ഈക്വൽ ടു -1, പി ഓഫ് -2 ഈക്വൽ ടു 3. ഇഫ് പി ഓഫ് 1 ഈക്വൽ ടു -1, എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു -1, എ പ്ലസ് ബി ഈക്വൽ ടു -1. ഓർമ്മിക്കേണ്ടത് പി ഓഫ് അവിടെ എക്സിൻ്റെ സ്പേസിൽ 1 ആണ്. അപ്പോൾ നമ്മുടെ എ ഇൻറ്റു 1, എ എക്സ് പ്ലസ് ബി എന്നുള്ളത് എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു -1. ഈ -1 തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു -1. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ ഇത് തന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ. പി ഓഫ് -2 ഈക്വൽ ടു 3 വിച്ച് ഇംപ്ലൈസ് എ ഇൻറ്റു -2. എക്സിന് കൊടുക്കേണ്ട വാല്യൂ -2, എ ഇൻറ്റു -2 പ്ലസ് ബി ഈക്വൽ ടു 3. A into -2, A into -2 means -2a plus b equal to 3. Then consider first and second equation. 2 minus 1. First second നോക്കുമ്പോൾ മനസ്സിലാവും ബി ബി എന്നുണ്ട്. അപ്പോൾ 2 minus 1, 2 ആണ് വലുതുള്ളത്. അപ്പോൾ 2 minus 1. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് -2a plus b equal to 3 minus a plus b equal to -1. This is for second one. A plus b equal to -1. Okay, then subtraction time. B got cancelled. -2a minus a, -2a minus a, -3a, -2a minus a minus 3a, b minus b 0. ഇവിടെ മൈനസ് വന്നതുകൊണ്ടാണ് ഈ മൈനസും കൂടി ആകുമ്പോൾ ഇവിടെ -3a. അത് പോസിറ്റീവ് ആവില്ല. -2a മൈനസ് a ആണ്. അപ്പോൾ -2 -1 എന്ന് പറയുമ്പോൾ -3 ആണ്. സോ ഹിയർ -3a ഈക്വൽ ടു 3 minus -1. ദിസ് മൈനസ് ചേഞ്ചസ് ടു പോസിറ്റീവ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് മൈനസ് വരുന്നത്. -2a മൈനസ് എ രണ്ട് നമ്പറിൻ്റെയും ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നോക്കി രണ്ട് ഒരുമിച്ചാണ് വരുന്നത്. സോ ആഡ് ദെൻ റൈറ്റ് പോസിറ്റീവ് സൈൻ. ദെൻ എ ഈക്വൽ ടു ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സൈനൊന്നും ചേഞ്ച് ചെയ്യില്ല, മൾട്ടിപ്പിൾ ആണ്. സോ -4/3. ദെൻ ദിസ് -4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം 1, -4/3 a plus b equal to -1. സോ -4/3 plus b equal to -1. b equal to -1 plus 4/3. ഇവിടെ നമ്മുടെ ഫ്രാക്ഷൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. നമ്മളിവിടെ ബൈ 1 ഇട്ട് കൊടുക്കും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -3 plus 4/3. ദിസ് 3 മൂവ് ടു ഹിയർ. -3 എവിടെയും പോകുന്നില്ല, അവിടെ ബൈ 3 തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ബൈ 1 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. -1 into 3 -3 plus 4/3. So -3 plus 4 is 1/3. Okay, therefore polynomial p of x equal to x plus b, that's equal to -4/3 -4/3x -4/3x plus 1/3. അപ്പോൾ നമ്മുടെ എൻ്റെ വില നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ -4/3. x plus b ആണ്. x plus b ജനറൽ ഫോമാറ്റ് x plus b -4/3x plus 1/3. Next we want to make a second degree polynomial. General form of second degree polynomial is ax square plus bx plus c. First condition is p of 0 equal to 0. 0 x in the space 0 കൊടുക്കണം. നമ്മൾ p of x ആണ് ഇത്.
ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോമാറ്റാണ്. ഇത് നമുക്ക് അറിയേണ്ടതാണ്. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ജനറൽ ഫോമാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പി ഓഫ് 0 = 0 മീൻസ് എക്സ് പ്ലേസ് 0. പി ഓഫ് 0 എക്സ് പ്ലേസ് 0 a × 0² പ്ലസ് ബി × 0 പ്ലസ് സി = 0. ഇവിടുത്തെ ഇത് 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. സോ സി = 0. ദിസ് ഈസ് ഫസ്റ്റ് വൺ. ആൻഡ് പി ഓഫ് 1 = 2. പി ഓഫ് 1 = 2 മീൻസ് എക്സ് പ്ലേസ് 1. എക്സ് പ്ലേസ് 1 a × 1² പ്ലസ് ബി × 1 പ്ലസ് സി = 2. അതിൻ്റെ ആൻസർ 2 ആണ്. സോ = 2. a × 1² a, b × 1 b പ്ലസ് സി = 2. പക്ഷേ സി 0 ആണെന്ന് നമുക്ക് മുകളിൽ അറിയാം. a പ്ലസ് ബി പ്ലസ് 0 = 2. therefore a plus b = 2. This is second equation. അവിടെ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. p of 2 = 6. a × 2² എക്സിൻ്റെ സ്പേസിൽ 2 കൊടുക്കണം. 2² പ്ലസ് ബി × 2 പ്ലസ് സി = 6. 2² 4 ആകും. 2b എന്നുള്ളത് പിന്നെ c 0 ആണ്. 4a plus 2b = 0. 4a plus 2b = 6. എല്ലാം ഈവൺ നമ്പർ ആയതുകൊണ്ട് സോ ടേക്ക് ഇത് ഹാഫ്. 2a ഹാഫ് 2a, 4a ഹാഫ് 2a, 2b ഹാഫ് b, 6 ഹാഫ് 3. എല്ലാ ടേമും ഈവൺ ആയതുകൊണ്ട് എല്ലാ ടേമിൻ്റെയും ഹാഫ് നമുക്ക് എഴുതിയിട്ട് നമ്പർ കൊടുക്കാം 3. നെക്സ്റ്റ് കൺസിഡർ ഓൺലി 2 and 3 because c is a 0. ദാറ്റ് ഇക്വേഷൻ ഈസ് 0. therefore കൺസിഡർ 3 and 2 ഓൺലി. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബി ബി എന്ന് മനസ്സിലാവും. 3 - 2 വലുത് 3 ആണ്. 3 - 2 2a plus b = 3 minus a plus b = 2. നമുക്ക് എന്ത് കിട്ടും? 2a minus a വെറും a വരും അല്ലേ. 2a minus a എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് അർത്ഥം. അപ്പോൾ 2a minus 1a മീൻസ് 1a. അതിന് നമുക്ക് 1a എന്ന് എഴുതേണ്ട ആവശ്യമില്ല. b minus b 0, 3 - 2 1. a = 1. that a = 1 സബ്സ്റ്റിറ്റ്യൂട്ട് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഫ്രം 2ലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. a = 1. then a plus b എന്ന് പറയുന്നത് 2 ആണ്. a plus b = 2 which implies a value is 1. 1 plus b = 2, b = 2 minus 1 = 1. അപ്പം നമ്മുടെ ax² plus bx plus c ആണ്. ax², a എന്ന് പറയുന്നത് 1 ആണ്. സോ 1x² plus 1x എന്ന് വരിക പ്ലസ് c എന്ന് പറയുന്നത് 0 ആണ്. സോ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് x² plus x² plus x. Next also we want to make a second degree polynomial with a condition p of 0 = 0 and p of 1 = 2. ഇവിടെ പറയുന്നത് 3 ഡിഫറെൻറ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 3 എണ്ണം ഉണ്ടാക്കണം. നമ്മളൊരു 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? 3 പോളിനോമിയൽ ഉണ്ടാക്കണം. അപ്പോൾ ജനറൽ ഫോമാറ്റ് x² plus bx plus c. if p of 0 = 0, c = 0. p of 1 = 2, a × 1² plus b × 1 plus c = 2. c 0 ആണ്. സോ a plus b = 2. അത്ര മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് എൻ്റെയും ബിൻ്റെയും വില നമുക്ക് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇല്ല. നമുക്ക് 3 കണ്ടീഷൻസ് തന്നിട്ടില്ല. സെക്കൻഡ് ഡിഗ്രിക്ക് ആകുമ്പോഴും നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ടാവണം. ഫസ്റ്റ് ഡിഗ്രിക്കാണെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻസ് മതി. പക്ഷേ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് 3 ഡിഫറെൻറ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കണം. സോ a plus b = 2. നമുക്ക് എൻ്റെയും ബിൻ്റെയും വില a plus b 2 ആകുന്ന വിധത്തിൽ നമുക്ക് കണ്ടെത്തിയാൽ മതി. എയും ബിയും ആഡ് ചെയ്താൽ 2 കിട്ടുന്ന ആൻസേഴ്സ് a = 1, b = 1. എയും ബിയും 1 ആകുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 കിട്ടും. പിന്നെ a3യും b -1 ആകുമ്പോൾ a3യും b -1 ആകുമ്പോൾ അല്ലേ a3 3 - 1 = 2. ഇനി 4ഉം 2 ആകുമ്പോൾ അതുപോലെ ഇത് ഇങ്ങോട്ടേക്കും വരാം കേട്ടോ. a -1ഉം b 3യും ആകാം, a -2ഉം b 4ഉം ആകാം, അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 3 വിലയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതേപോലെയുള്ള വിലകൾ നമുക്ക് കണ്ടെത്താം. നെഗറ്റീവും പോസിറ്റീവും മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വാല്യൂസ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് a = 5 കൊടുക്കുമ്പോൾ b = എന്ത് കൊടുക്കാം? നമുക്ക് 2 അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ b = -3 കൊടുത്താൽ മതി. ദെൻ p of x കണ്ടുപിടിക്കേണ്ട സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. p of x = ax² plus bx plus c. അപ്പോൾ നമ്മൾ എയും ബിയും 1 ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയും 1 കൊടുക്കുക, ഇവിടെയും 1 കൊടുക്കുക. സോ x² plus x. c ഇല്ല, c 0 ആണ്, നമുക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. a = 3, b = -1, 3x². ഇവിടെ 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. ബിക്ക് -1, 3x² - x. a = 4, b = -2, a = 4 എന്ന് ഇവിടെ 4x² - 2x. ഓക്കെ.